ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് കല്യാണമൊക്കെ അതിനെക്കൊണ്ട് തന്നെ നമ്മൾ കല്യാണം പറയാനും പിന്നെ അതുപോലെ തന്നെ ഗോൾഡ് ഒന്ന് പോയി നോക്കാനും വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മളൊക്കെ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, അറിയാലോ ഇപ്പോഴത്തെ ഗോൾഡിൻ്റെ റേറ്റ് നമുക്ക് താങ്ങൂല. പക്ഷേ എനിക്ക് ചെറുപ്പം മുതലേ ഗോൾഡിനോടൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷെ എന്താ ചെയ്യാൻ, വീട്ടുകാരോട് പറഞ്ഞിട്ട് കേൾക്കണില്ല. ഞാൻ വേണ്ടെന്ന് കുറേ പറഞ്ഞ്, പക്ഷേ ഓലെ മക്കൾക്ക് കൊടുക്കുമല്ലോ. അങ്ങനെ നമ്മൾ അതിനാണ് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ കല്യാണം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇത് നമ്മള് വാങ്ങിയ സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ള അയൽവാസിയാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ കല്യാണം പറയാൻ വന്നാലും നമ്മളെ സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ തറയിൽ നല്ല വൃത്തിയുണ്ടല്ലോ. അപ്പോൾ ഇൻഷാള്ള വീടായിട്ട് വേണം ഗായ്സ്. എന്ന് അതിന്റെ ഇടയിലാണ് ഇപ്പൊ എന്റെ കെട്ടിക്കൽ വന്നത്. അല്ലെന്നുണ്ടെങ്കിൽ സത്യമായിട്ട് ഇതിനെ കെട്ടിക്കണ പൈസ ഇപ്പൊ വീട് പൊടി സങ്കടമാണ് കൈസ് തറ കണ്ടിട്ട്. എന്നായില്ലോ പെരയിമ ആവും. എല്ലാരും ദ്വാരക്കി പെട്ടെന്ന് കയറട്ടെ. ഈ മൂലവി വീട്ടിൽ നിന്ന് പോയിട്ട് വേണം പെട്ടെന്ന് കയറ്റ. അപ്പൊ നമ്മൾ ആദ്യം വന്നിട്ടുള്ളത് നമ്മളെ സ്ഥലം എടുത്ത് അവിടെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓൾറെഡി ഫാമിലിയിലൊക്കെ ഉമ്മയും താത്തിയോലൊക്കെ പോയി കണ്ട പറഞ്ഞ വ്ളോഗ് നിങ്ങൾ ഓളെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും. ഇന്നിപ്പം ഞങ്ങൾ ഇതിനായിട്ട് ഇറങ്ങിയപ്പോൾ ആ വഴി പോയപ്പം എന്നാൽ പിന്നെ അവിടെയൊക്കെ ഒന്ന് കയറി പറയാം. പിന്നെ നമ്മൾ ദിലുവിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അയൽവാസികളോട് പറഞ്ഞു, നമ്മളെ പുതിയ വീട് എടുക്കാൻ പോണ അയൽവാസികളോട് പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ പിലാക്കൊക്കെ ചാടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞാലേ മെൻ്റലി ഭയങ്കര പ്രശ്നത്തിൽ കൂടെ കടന്നു പോവാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ എനിക്ക് അറിയില്ല. ഒന്നാമത് വീട്ടിൽ നിന്ന് വീട്ടുകാരെ വിട്ട് പോകുന്നതുകൊണ്ടായിരിക്കാം, അതല്ല എന്തൊക്കെ ഒരു ഇമോഷണലായിട്ട് ഭയങ്കര ഡെസ്പായിരുന്നു ഞാൻ അന്നിട്ടോ. പിന്നെ അങ്ങനെ ഓക്കെ ആയി. പിന്നെ എടുത്തെന്ന് തന്നെ ആണല്ലോ, അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എനിക്ക് വരാമെന്നുള്ള ഒരു ഇതാണ്. പിന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പാക്ക് വയ്യ. അപ്പോൾ പോയി കഴിഞ്ഞാൽ ഇപ്പാനി മനെ കാര്യം നോക്കും എന്നുള്ള ഒരു സങ്കടമാണ് എനിക്ക്. ഇത്ര കാലം ഞാൻ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ എൻ്റെ ഫാമിലിനെ വെച്ച് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. മേ ബി അതുകൊണ്ടായിരിക്കും ഹോസ്റ്റലിൽ പോയപ്പോഴും എനിക്ക് ഇത്ര ഫീൽ ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ വീക്ക്ലി വരുന്നുണ്ട്. പക്ഷേ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഗസ്റ്റായി മാറുന്ന ഒരു സന്ദർഭമാണല്ലോ അത്. അപ്പം എന്താവുന്നതെന്ന് അറിയില്ല ഗായ്സ്. ഇവൽക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് മനസ്സൊക്കെ. എനിക്കങ്ങനെ തോന്നുന്നു, ഞാൻ പോണ ഇത്ര സന്തോഷമാണ് തെണ്ടികൾക്ക്. ഒൽക്കതൊന്നല്ല, എൻ്റെ കല്യാണം അടിച്ച് പൊളിക്കണം എന്നുള്ള ആ ഒരു ഇതാണ്. ഹാപ്പി. രസമുണ്ടോ ഇതെന്ത് തിന്നാ പറഞ്ഞേ? സ്ട്രോബെറി ജ്യൂസ്. എനിക്ക് ജ്യൂസ് മാത്രം മതി. ഹലോ, എന്താണിപ്പോ ഇത്? പാൽക്കപ്പ രസമുണ്ടാ? വലിയ കുഴപ്പമില്ലായിരുന്നു. ബാബു സ്പ്ലിറ്റ് ഇട്ടോണ്ടിട്ടാ ഗൂഗിൾ പേക്ക്. പിന്നെ അവിടെ ഉപ്പിലിട്ടവും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇനി കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ജ്വല്ലറിക്കാണ്. എന്താ അവിടെ നിന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തെടുത്തു എത്ര എടുത്തു അതൊന്നും ഞാൻ പറയുന്നില്ല. ബിക്കോസ് എന്താ വെച്ചാൽ അതിന് മാത്രം ഒന്നും ഇല്ല പറയാൻ. അതുകൊണ്ടാണ് കേട്ടോ. നമ്മളൊക്കെ സാധാരണക്കാരല്ലേടാ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എല്ലാ പരിപാടിയും നമ്മൾ നടത്തുന്നത്. ഇൻഷാല്ലാ ബാബുവിൻ്റെ ഫ്രണ്ടിൻ്റെ വഴിയുള്ള ജ്വല്ലറിയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി നമ്മൾ വേണ്ട ഡിസൈനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെന്താ ദിലൂക്ക് എന്തൊക്കെയോ റെഡിയാക്കാനുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. ഞങ്ങൾ ചെന്നപ്പം ഉമ്മാക്ക് എന്തോ ഭയങ്കര സന്തോഷം കേട്ടോ. ഉമ്മാക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര പൊലിവ് മുഖത്ത്. മേ ബി ഇതിൻ്റെ കാര്യം ആയതുകൊണ്ടായിരിക്കും. ഞങ്ങൾ ചെന്നതിലും ഫസ്റ്റായിട്ട് ഞങ്ങൾ വേഗം കാര്യങ്ങളൊക്കെ സെറ്റാക്കി. പിന്നെ ഞങ്ങൾ നേരെ വന്നത് ദിലുവിൻ്റെ വീട്ടിൻ്റെ അടുത്ത വീട്ടിൽ അവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെയും കല്യാണമൊക്കെ പറഞ്ഞ് പിന്നെ നേരെ ഓളെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 10 മണി 11 മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോകണത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂടാ. ഷോപ്പിംഗ് വ്ളോഗൊക്കെ ഞാൻ ഇനി വഴിയേ ഇടാട്ടോ. ഒന്നിനും ടൈം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ചേച്ചാ.